കുറച്ചധികം മോഡ്സ്, കുറെ സേഫ്റ്റി ഫീച്ചേഴ്സ്, അതിനൊക്കെ അപ്പുറം കാണാനും കൊള്ളാവുന്ന നല്ലൊരു മിക്സർ ഗ്രൈൻഡർ ആണ് ആറ്റംബർഗ് എന്ന ബ്രാൻഡിന്റെ ഈ യൂലിയ 750 വാട്ട്സ് മിക്സർ ഗ്രൈൻഡർ. ഇത് ഞാൻ യൂസ് ചെയ്തപ്പം അത്യാവശ്യം കൊള്ളാൻ തോന്നി. നിങ്ങൾക്കും വേണമെങ്കിൽ നോക്കാവുന്ന നല്ലൊരു മോഡലാണ്. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. വാ, ഇതാണ് ആറ്റംബർഗ് യൂലിയയുടെ ബോക്സ്. ഇതുവരെ കണ്ടതുപോലെയൊക്കെ തന്നെയാണ്. ബോക്സ് ഓപ്പൺ ചെയ്താൽ ഉള്ളിൽ നമുക്ക് ലഭിക്കുന്നത് യൂസർ മാനുവൽ ആൻഡ് വാറണ്ടി കാർഡ്, 4 പലതരത്തിലുള്ള ജാറുകൾ കിട്ടുന്നുണ്ട്. അതിൽ 1.5 ലിറ്ററിന്റെ ലിക്വിഡൈസിംഗ് ജാറ്. ഇതിൽ നമുക്ക് ജ്യൂസ്, സ്മൂത്തി, വലിയ ക്വാണ്ടിറ്റി ലിക്വിഡുകൾ വരെ ബ്ലെൻഡിങ് ചെയ്യാം. 1 ലിറ്ററിന്റെ ഡ്രൈ ഗ്രേഡിംഗ് ജാർ ഉണ്ട്. ഇതിലൂടെ പലതും കുറച്ചുകൂടെ ഹാർഡ് ആയിട്ടുള്ളതൊക്കെ അരച്ചെടുക്കാൻ പറ്റും. ഇപ്പൊ ഈ കോഫി ബീൻസ് പോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒക്കെ നമുക്ക് ഇതിലൂടെ സിമ്പിൾ ആയിട്ട് അരച്ചെടുക്കാം. 0.5 ലിറ്ററിന്റെ ചട്നി ആൻഡ് സ്പൈസ് ഗ്രൈൻഡിംഗ് ജാറ്. ഇതിൽ ചട്നി, ഡിപ്സ്, സോസ് അങ്ങനെയുള്ളതെല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാം. അടുത്ത് 0.5 ലിറ്ററിന്റെ ചോപ്പർ ജാറ്. ഇത് വെച്ചിട്ട് വെജിറ്റബിള്, നട്ട്സ്, മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഇതെല്ലാം ചോപ്പിംഗ് ചെയ്യാം. പിന്നെ മെയിൻ മിക്സർ ഗ്രൈൻഡറും. ഇതൊക്കെ ആയിരിക്കും നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് ബോക്സിൽ ലഭിക്കും. ഓക്കെ, ഇനി ഇതിന്റെ ഫിസിക്കൽ ഓർഡർ നോക്കുകയാണെങ്കിൽ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് നിങ്ങൾ ഈ കാണുന്ന പോലെ റിഡ്സ് ബ്ലൂ എന്ന് പറഞ്ഞുള്ള കളറാണ്. ഇതിന്റെ ഈ സെയിം മോഡൽ തന്നെ പലതരത്തിലുള്ള കളേഴ്സും അവൈലബിൾ ആണ്. ആറ്റംബർഗിന്റെ ഏകദേശം എല്ലാ പ്രോഡക്റ്റും നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ടാവാറുണ്ട്. ആ ഒരു ക്വാളിറ്റി ഇതിനുണ്ട്. ഇതിന്റെ മെയിൻ മോട്ടോർ യൂണിറ്റിന്റെ ബോഡി ABS മെറ്റീരിയലും ജാർസിന്റെ എല്ലാം സ്റ്റൈൻലെസ് സ്റ്റീലും ആണ്. ജാർസിന്റെ എല്ലാം അടപ്പുകൾ പ്ലാസ്റ്റിക് ആണ്. അത്യാവശ്യം ക്വാളിറ്റിയും ഡ്യൂറബിലിറ്റിയും ഉണ്ട്. ഇതിന്റെ മെയിൻ യൂണിറ്റ് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ വലിയ വെയിറ്റ് ഒന്നും വരുന്നില്ല. മറ്റുള്ള മിക്സർ ഗ്രൈൻഡറിനെ വെച്ച് നോക്കുമ്പോൾ ചെറുതുമാണ്. ഇന്റലിജന്റ് 750 വാട്ട്സ് യൂണിവേഴ്സൽ മോട്ടറിൽ 2000 to 18,000 RPM-ലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാം ഇതിലൂടെ അരച്ചെടുക്കാം. മെയിൻ മോട്ടറിന്റെ താഴെയായിട്ട് ഇതുപോലെ റബ്ബർ ഗ്രിപ്പ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്ത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് മൂവ് ആവുന്ന പേടിക്കണ്ട, അങ്ങനെ അവിടെ നിൽക്കുന്നുണ്ട്. അല്ലേ, ജസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ എടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ബലം കൊടുക്കണം. അതായത് അത്രയും പവറിലാണ് ഇത് നിൽക്കുന്നത്. ഈ ലിക്വിഡ് ജാർ ഇതുപോലെ ഹാൻഡ് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. കാരണം അതിന് സ്പെഷ്യൽ ആയിട്ടൊരു ലോക്ക് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഇങ്ങനെ അരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഇടണം എന്നുണ്ടെങ്കിൽ ഇത് ഓഫ് ചെയ്ത് ഇതിന്റെ ഫുൾ ആയിട്ട് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ആയിട്ട് ചെറിയൊരു ഓപ്പണറും അതിന് ലോക്കും തന്നിട്ടുണ്ട്. ഇതിനൊക്കെ പുറമെ ഇതിന്റെ ബട്ടൺ ആണ് മോർ അട്രാക്റ്റീവ്. ഇത് വെറും ഒരു ബട്ടൺ അല്ല, ഇതിൽ തന്നെ LED ഇൻഡിക്കേറ്റേഴ്സും തന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് മോഡ്സും ഉണ്ട്. ഈ കാണുന്ന പോലെ ചോപ്പർ ജാർ ട്രാൻസ്പെറന്റ് പ്ലാസ്റ്റിക്കിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ എത്ര അരഞ്ഞിട്ടുണ്ട് എന്നൊന്നും ഓപ്പൺ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ഇതിന്റെ പുറത്ത് നിന്ന് തന്നെ മനസ്സിലാക്കാം. ഇതിനെല്ലാം നല്ലൊരു ലോക്കിംഗ് മെക്കാനിസവും റബ്ബർ ഗ്രിപ്പും നൽകിയിട്ടുണ്ട്. അത് മാത്രമല്ല കമ്പനി 2+1 എന്നുള്ള രീതിയിൽ വാറണ്ടിയും നൽകുന്നുണ്ട്. ടോട്ടൽ 3 years വാറണ്ടി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഈ മോഡലിൽ അത്യാവശ്യം നമുക്ക് ഉപകാരപ്പെടുന്ന കുറച്ചധികം ഫീച്ചേഴ്സ് തന്നിട്ടുണ്ട്. അതെന്തൊക്കെയാന്ന് കാണിച്ചു തരാം. ചോപ്പർ മോഡ്, കോസ് മോഡ്, വെറ്റ് ആൻഡ് ഡ്രൈ ഗ്രൈൻഡിംഗ്, ജാർ ലോക്ക് ഡിറ്റക്ഷൻ, നോ ഓട്ടോ റീസ്റ്റാർട്ട്, ഫോൾട്ട് ആൻഡ് സർവീസ് ഇൻഡിക്കേഷൻ, അങ്ങനെ പലതും. ഇതിൽ സ്പെഷ്യൽ ആയിട്ട് പറയേണ്ടതാണ് കോസ് മോഡ്. ഇത് ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് കോസ് ടെക്സ്ചർ ഗ്രൈൻഡിംഗ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പൊ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അമ്മിക്കല്ലിലൊക്കെ അരച്ചെടുക്കില്ലേ, ഒരു ചെറിയ ഓവർ അങ്ങോട്ട് അരഞ്ഞിട്ടുണ്ടാവില്ല, ആ ഒരു രീതിയിൽ. അതുപോലെ തന്നെ ഈ മിക്സർ ഗ്രൈൻഡർ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ചട്നീസ്, ഡിപ്സ്, ജ്യൂസി കോക്കനട്ട്, അങ്ങനെ പലതും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഈ കോസ്മോഡ് ഇല്ലാത്തൊരു മിക്സർ ഗ്രൈൻഡറിൽ അരച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും കിട്ടുക. അപ്പൊ കോസ്മോഡ് ഉള്ളതിൽ അരച്ചതും കോസ്മോഡ് ഇല്ലാത്തതിൽ അരച്ചുമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്രത്തോളം ഡിഫറൻസ് ഉണ്ട് നോക്കി. ഇതേപോലെ നോർമൽ ഒരു മിക്സർ ഗ്രൈൻഡറിൽ അരച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ഈ ചോപ്പറും കോസ്മോഡൊക്കെ ഉപയോഗിച്ചിട്ട് ഇതുപോലെ വെജിറ്റബിൾ, മറ്റുള്ള സാധനങ്ങളൊക്കെ ഇതുപോലെ അരിഞ്ഞെടുക്കാൻ പറ്റും. പെട്ടെന്ന് മാക്സിമം സ്പീഡിലേക്ക് ഒന്ന് പുഷ് ചെയ്യാനായിട്ട് പൾസ് മോഡും തന്നിട്ടുണ്ട്. ഈ നോബ് ഒന്ന് ഈ പീന്റെ സൈഡിലേക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി. ഈ പൾസ് മോഡ് നല്ല ഹാർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ആവറേജ് ഹാർഡ് ആയിട്ടുള്ള ഒക്കെ അരക്കുന്ന സമയത്ത് ആദ്യം 1-2 തവണ ഈ പൾസ് മോഡിലേക്ക് ഒന്ന് ചെയ്തതിന് ശേഷം അരക്കുന്നത് നന്നായിരിക്കും. അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ മിക്സിക്ക് ഓവർ ആയിട്ട് ലോഡ് എടുക്കേണ്ട ആവശ്യമില്ല, ഡാമേജുകളും കുറഞ്ഞു കിട്ടും. ആറ്റംബർഗിന്റെ ഈ ഒരു മിക്സർ ഗ്രൈൻഡർ അല്ലാതെ വേറെയും മോഡലിന്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു മനസ്സിലാവും എന്തൊക്കെയാണെന്നുള്ളത്. അതിലെല്ലാം ഞാൻ ശ്രദ്ധിച്ചത് ആറ്റംബർഗ് സേഫ്റ്റിക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചധികം ഫീച്ചേഴ്സ് സേഫ്റ്റിക്ക് ഇത് നൽകിയിട്ടുണ്ട്. എന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഫസ്റ്റ് ജാർ ലോക്ക് ഡിറ്റക്ഷൻ ഉണ്ട്. അതായത് ജാർ ലോക്ക് ചെയ്യാതെ ജസ്റ്റ് എങ്ങനെയെങ്കിലും ഒക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ മിക്സർ ഗ്രൈൻഡർ ഓൺ ആകില്ല. അതിന് പുറമെ LED ഇൻഡിക്കേറ്റ് ചെയ്യും. പിന്നെ ഒരു ബീപ്പ് സൗണ്ട് ഇതുപോലെ കേൾക്കുകയും ചെയ്യും. ജാറ് മാത്രമല്ല, ഇനി കയ്യോ കാലോ എന്ത് ഇവിടെ വെച്ചിട്ട് നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാലും ഓൺ ആകില്ല.
ആവില്ല. ഇനി ഇത് ജാറൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ലോക്ക് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ സാധാരണ പോലെ നമുക്ക് ഓൺ ചെയ്തിട്ട് ഉപയോഗിക്കാം. അടുത്ത നോ ഓട്ടോ റീസ്റ്റാർട്ട് എന്ന് പറഞ്ഞുള്ള ഫീച്ചറാണ്. ഇതെങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു മിക്സർ ഗ്രൈൻഡർ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കറണ്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് കറണ്ട് വരുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഓൺ ആകില്ല. ഇതേപോലെ റെഡ് LED ഇൻഡിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതൊന്ന് നമ്മൾ നേരെ ഓഫ് ചെയ്തിട്ട് വീണ്ടും ഓൺ ചെയ്താൽ മാത്രമേ ഇത് പ്രവർത്തിക്കുള്ളൂ. അടുത്ത ഫീച്ചറാണ് ഫാൾട്ട് ആൻഡ് സർവീസ് ഇൻഡിക്കേഷൻ. ഇതുള്ളതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിലോ അതേപോലെ ഓവർലോഡഡ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും ഗ്രൈൻഡ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഇൻഡിക്കേറ്റ് ചെയ്യും. ഈ കൊടുത്ത എല്ലാ ഫീച്ചേഴ്സും നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. കാരണം നമ്മൾ സംഭവം ഒരു ചെറിയൊരു സാധനമാണ്, ഡിവൈസാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എപ്പോഴും ഏത് സമയത്തും നമുക്ക് അപകടം വരാം. അത് കുട്ടികളായാലും നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് വരാം. അപ്പോൾ ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ ഏത് മോഡൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുന്നതും കൂടെ നല്ലതായിരിക്കും. അത് മാത്രമല്ല ഇതിന്റെ ഡിസൈൻ തന്നെ ഈ കാണുന്ന പോലെ വെൻസിലേക്കൊന്നും ലിക്വിഡ് പോവാത്ത രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് കുറച്ചുകൂടെ സേഫുമാണ്. ഈ ഒരു മിക്സർ ഗ്രൈൻഡറിൽ ഞാൻ പലതരത്തിലുള്ള സാധനങ്ങൾ അരച്ചു നോക്കി. എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ അരഞ്ഞു കിട്ടുന്നുണ്ട്. ഇപ്പൊ ഇതിൽ കട്ടിയുള്ള സാധനങ്ങൾ നല്ലവണ്ണം നല്ല രീതിയിൽ തന്നെ പൊടിച്ചെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ചട്നി, ജ്യൂസ്, വെജിറ്റബിൾ ഇതുപോലെ കട്ട് ചെയ്യാം. അത് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അങ്ങനെ പലതും നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇതിലൂടെ അരച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോസ്മോഡൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ വെറൈറ്റി സാധനങ്ങൾ മറ്റുള്ള മിക്സർ ഗ്രൈൻഡറിലൊന്നും കിട്ടാത്ത രീതിയിലുള്ള സാധനങ്ങൾ നമുക്ക് ഇതിൽ സിമ്പിൾ ആയിട്ട് അരച്ചെടുക്കാൻ പറ്റും. എന്തായാലും ഏകദേശം സാധനങ്ങളൊക്കെ ഞാൻ ഇതിൽ അരച്ചു നോക്കി. എല്ലാം നല്ല രീതിയിൽ തന്നെ അരച്ച് പൊടിച്ച് കിട്ടുന്നുണ്ട്. യെസ്, അപ്പൊ കണ്ടല്ലോ, അത്യാവശ്യം നമുക്ക് വേണ്ട മോഡ്സ് ഉണ്ട്. അതേപോലെ തന്നെ ഒരുപാടധികം സേഫ്റ്റി ഫീച്ചറുകൾ, മോസ്റ്റ് ഇമ്പോർട്ടന്റ് കാര്യമാണ്, സേഫ്റ്റി ഫീച്ചറുകൾ തന്നിട്ടുണ്ട്. പിന്നെ കാണാനും അത്യാവശ്യം കൊള്ളാവുന്ന ഒരു നല്ലൊരു മിക്സർ ഗ്രൈൻഡർ തന്നെയാണ്. ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് നിങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ പ്രൈസ് ആൻഡ് മോർ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ലൈവ് ആയുള്ള നിങ്ങൾ എന്ന് കാണുകയാണെങ്കിലും എപ്പോൾ കാണുകയാണെന്നുണ്ടെങ്കിലും അതിന് അപ്പോഴുള്ള പ്രൈസ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പ്രൈസ് പറയാത്തത്. എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നതാണ്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അറിയാം. ഇതൊക്കെ കേട്ടിട്ട് ഈ ഒരു മിക്സർ ഗ്രൈൻഡറിനെ കുറിച്ച് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണെന്നുള്ളതും നിങ്ങളിപ്പോൾ ഓൾറെഡി യൂസ് ചെയ്യുന്ന മിക്സർ ഗ്രൈൻഡർ ഏതാണെന്നുള്ളതും അത് എങ്ങനെയാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതും കമന്റ് ചെയ്യുക. കാരണം ഇതൊക്കെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർ വീഡിയോയുടെ താഴെ ഇത് കാണുമ്പോൾ അവർക്ക് വളരെ ഉപകാരപ്പെടും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.